അന്ന് 3 ദിവസത്തെ ഉപവാസത്തോടുകൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളുമായി എന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞാൻ ഈ സംഭവങ്ങൾ മുഴുവൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. അന്ന് മോഹനും മറിയയും ബന്ധപ്പെട്ട ദിവസം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വന്നു കൂടിയത് പിശാചിന്റെ ബീജമായിരുന്നു. അവന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഇവിടെ അവൻ വരുമെന്ന് ഉറപ്പായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇനി ഇതിനൊരു പരിഹാരമാർഗം? പരിഹാരമുണ്ട്, പക്ഷേ അപകടം നിറഞ്ഞതാണ്. ഇന്ന് മിഥുന പഞ്ചമിയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ അവനെ തളയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് മഹേന്ദ്രനെ രക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാത്താനെ തളയ്ക്കാൻ ഞാൻ മാത്രം പോരാ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥനയിലൂടെയും പരിഹാര ക്രിയയിലൂടെയും അവന്റെ ശക്തി കുറച്ചിട്ട് വേണം അവനെ തളയ്ക്കാൻ. ഇല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലും. ഞാനിപ്പോൾ ജപിച്ചു തരുന്ന ഈ ഏലസ് മോഹൻദാസ് ധരിക്കണം. അവൻ അറിഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട. നമുക്കുടനെ അവന്റെ അടുത്തെത്തണം. വരുമോനെ, നമുക്ക് പോവാം. പോകാറായിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി. എന്താ, നിനക്ക് പേടിയില്ലേ? പേടിയോ? എനിക്കോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ പോവാ, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പോവാൻ പറ്റില്ല, കൊല്ലാതെ നിന്നെ വിടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹനിധിയായ പിതാവേ, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താനെ അങ്ങ് അവരിൽ നിന്നും അകറ്റണമേ. അങ്ങ് അന്ന് പിശാച് ബാധിതയായ സ്ത്രീയെ മോചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിനെയും രക്ഷിക്കണമേ. ഈ കുഞ്ഞിനെ അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.
സ്വാഹ ഓം സൂര്യപുംഗസ്വരായ സ്വാഹ ഓം സൂര്യപുംഗസ്ഥൂലജായ സ്വാഹ ഓം മഹാകായേ സ്വാഹ ഓം ശശിരവസ്വരത്തമേ സ്വാഹ ഓം നാമരൂപാഭിഷേകായ സ്വാഹ ഓം ശൂന്യകൽപ്പവികൃതായ സ്വാഹ ഓം ശൈശ്വരവർണായ സ്വാഹ ഓം ശൈശ്വരസമുദ്രായ സ്വാഹ ഓം ദുരിതകൃതശലായ സ്വാഹ ഓം ശശിരവസ്വരത്തമേ സ്വാഹ ഓം കാരുണ്യാവേ സ്വാഹ ഓം നിത്യപ്രഭുതായ സ്വാഹ ഓം കാരുണ്യാവേ സ്വാഹ ഓം മഹാകായേ സ്വാഹ स्वाहा ओम गणेश्वरीय स्वाहा ओम सुंदरीय स्वाहा ओम गणेश्वरीय स्वाहा ओम हरे स्वाहा ओम हरे स्वाहा ओ ओम रक्त चामुंडारी मंडलाय मंडलाय മോനെ മോനെ മഹേന്ദ്ര 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 എനിക്ക് മോനെ മഹേന്ദ്ര 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 മോനെ ഓം ശാന്തി Sir, please come. You are under arrest. എന്താ നിങ്ങളുടെ വിചാരം? ഞാൻ ആരാണെന്ന് അറിയില്ലേ? നീ ആരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ നീ ഒരു ക്രിമിനലാണ്. എന്റെ ഒരു ഫോൺ കോൾ മതി നിന്റെ തൊപ്പി തെറിപ്പിക്കാൻ. അറിയാം, അറസ്റ്റ്.
Come on. മാറി നിൽക്കാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് മാറി നിൽക്കാൻ. അമ്മയെ കൊണ്ടാ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയോ, ആട്ടിനും തോലണിഞ്ഞ ഒരു ചെന്നായാണിവർ. താങ്കളൊരു സമുദായത്തോടാണ് കളിക്കുന്നതെന്ന് ഓർമ്മ വേണം. നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. അമ്മ എന്ത് തെറ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? എന്ത് തെറ്റ് ചെയ്തെന്നോ? വ്യഭിചാരവും മയക്കുമരുന്ന് കള്ളക്കടത്തും കൊലപാതകവുമാണ് ആശ്രമത്തിന്റെ മറവിൽ ഇത്രയും കാലം ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ദേവിയമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. എല്ലാവരും മാറിപ്പോകുന്നതാ നല്ലത്. അനാശാസ പ്രവർത്തനം നടത്തുന്ന രാജ്യദ്രോഹിയായ ഇവരെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരായി നടപടിയെടുക്കേണ്ടി വരും. ഇല്ല, നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. എല്ലാം ഞാൻ പറയാം. നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് വഞ്ചിച്ച ദ്രോഹിയാണിവർ. എല്ലാം മൂകസാക്ഷിയായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ അമ്മയുടെ മഹത്വം? മാറി നിൽക്കാൻ.